അലി, ഈ ചായ കുടിക്കുമോനെ? എനിക്ക് വേണ്ട. ഇനി കുറച്ചു കഴിഞ്ഞ് ചായ ചോദിച്ചു വാ. ഞാൻ വരില്ല. ഉമ്മാക്ക് അറിയാഞ്ഞിട്ടാ. ഈ ചായയൊന്നും കുടിക്കാൻ പാടില്ല. ഇത്താത്ത, ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് മല്ലികപ്പൂ. ഇത്താത്ത, ഞാൻ നട്ട പയറുമണികളൊക്കെ മുളച്ചു. ദാ നോക്ക്, നല്ല ഭംഗിയുണ്ട്. നീ വളർന്നു വലുതായ നിന്റെ പയറുമണികളൊക്കെ ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കും. നിനക്കൊന്നുപോലും കിട്ടില്ല. അല്ല, നിന്റെ പയർവിത്തുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിനക്കെന്താ കാര്യം? അവനവന് പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് പുണ്യം. നീ അതിന് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്ക്. വെള്ളം ഒഴിച്ചു കൊടുത്താ വേഗം പയറുണ്ടാവോ? വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പയർച്ചെടി വാടും. പയർച്ചെടിയെ വാടല്ലേ, ഞാൻ ഇപ്പൊ വെള്ളം കൊണ്ടുവരാം. ഒരു കാക്കക്കുഞ്ഞിനെ പിടിക്കണം. ഈ മരത്തിലാണെ കയറാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. കാക്കക്കുഞ്ഞേ വാ, നിനക്ക് ഞാനൊരു കൂടുണ്ടാക്കി തരാം. അലി, ഓടിക്കോ. ഇത്താത്ത, അലി ഓടിക്കോ. ഉമ്മ, ഉപ്പ, ഉമ്മ ഓടി വരീ. എന്താ അവിടെ ഒരു ബഹളം? അലി കാക്കക്കൂട് താഴെ വീഴ്ത്താൻ നോക്കിയപ്പോ കാക്കകളെല്ലാം കൂടെ അവനെ ഓടിച്ചു. അല്ലാ, എന്നിട്ട് എന്റെ അലി എവിടെ? മോനെ, മാറിക്കോളി. കാക്ക ചായ ഉണ്ടോ ഉമ്മ? ചായല്ലേ? നീയല്ലേ പറഞ്ഞത് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല എന്ന്? എല്ലാ ജീവികൾക്കും നമ്മെപ്പോലെ വേദനയും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഒരു ജീവിയെയും വെറുതെ ഉപദ്രവിക്കരുത്. അവയോട് നമ്മൾ കരുണ കാണിക്കണം. എന്നാലേ അല്ലാഹു നമ്മോടും കരുണ കാണിക്കുകയുള്ളൂ. ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ കാട്ടിലൂടെ വരുമ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. ഞാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു പെട്ടിയിലാക്കി. അപ്പോൾ അതിന്റെ തള്ളപ്പക്ഷി എനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു,
താങ്കൾ പക്ഷിക്കുഞ്ഞുങ്ങളെ നിലത്ത് വെക്കുക. അയാൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ നിലത്ത് വെച്ചപ്പോൾ അതിന്റെ തള്ളപ്പക്ഷി വന്ന് അവയുടെ അടുത്തിരുന്ന് അവയെ വാത്സല്യത്തോടെ പരിചരിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, ഈ തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എന്നാൽ അല്ലാഹു തന്റെ അടിമകളോട് ഈ തള്ളപ്പക്ഷിയേക്കാൾ സ്നേഹമുള്ളവനാണ്. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവയുടെ കൂട്ടിൽ തന്നെ വെക്കാനും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന് നമ്മോട് അങ്ങേയറ്റം സ്നേഹവും ഇഷ്ടവുമാണല്ലേ? അതെ, അല്ലാഹുവിന്റെ കാരുണ്യം കോരിച്ചൊരിയുന്ന മാസമാണ് വരാനിരിക്കുന്നത്, റമളാൻ. ഉപ്പ, റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറബി മാസങ്ങളിലെ 9ാമത്തെ മാസത്തിന്റെ പേരാണ് റമളാൻ. അറബി മാസങ്ങൾ ഏതൊക്കെയാണെന്ന് മോൻ അറിയാമോ? ഇല്ല ഉപ്പ, അറബി മാസങ്ങളെ പറ്റിയുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് പാടാമോ? പക്ഷേ എന്നേക്കാൾ നന്നായി പാടുന്നത് നിങ്ങളുടെ ഉമ്മയാ. ആ ഉമ്മ ഉമ്മ പ്ലീസ് ഉമ്മ, പ്ലീസ് ഉമ്മ. ഫാത്തിമ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, ഒന്ന് പാടിക്കൊടുക്ക്. ഉം. ഒന്നാം മാസം മുഹറം മാസം, 9ഉം 10ഉം നോമ്പുള്ള മാസം. 2ാം മാസം സഫർ മാസം, ഉണ്ടല്ലോ നന്മകളീ മാസം. 1ആം മാസം മുഹറം മാസം, 9ഉം 10ഉം നോമ്പുള്ള മാസം. 2ആം മാസം സഫർ മാസം, ഉണ്ടല്ലോ നന്മകളീ മാസം. 3ആം മാസം റബീഉൽ അവ്വൽ, മുത്ത് റസൂല് പിറന്ന മാസം. 4ആം മാസം റബീഉൽ ആഖിർ, എല്ലാവർക്കും നന്മ നിറയും മാസം. 3ആം മാസം റബീഉൽ അവ്വൽ, മുത്ത് റസൂല് പിറന്ന മാസം. 4ആം മാസം റബീഉൽ ആഖിർ, എല്ലാവർക്കും നന്മ നിറയും മാസം. 5ആം മാസം ജമാദുൽ അവ്വൽ, ഐശ്വര്യമേറെ നിറഞ്ഞ മാസം. 6ആം മാസം ജമാദുൽ ആഖിർ, ആദരവിൻ പൊലിവേറും മാസം. 5ആം മാസം ജമാദുൽ അവ്വൽ, ഐശ്വര്യമേറെ നിറഞ്ഞ മാസം. 6ആം മാസം ജമാദുൽ ആഖിർ, ആദരവിൻ പൊലിവേറും മാസം. 7ആം മാസം റജബ് മാസം, 7ആകാശം നബി പോയ മാസം. 8ആം മാസം ശഅബാൻ മാസം, എമ്പാടും നന്മകൾ പെയ്യും മാസം. 7ആം മാസം റജബ് മാസം, 7ആകാശം നബി പോയ മാസം. 8ആം മാസം ശഅബാൻ മാസം, എമ്പാടും നന്മകൾ പെയ്യും മാസം. 9ആം മാസം റമളാൻ മാസം, നന്മകൾ പൂത്തിടും പുണ്യമാസം. 10ആം മാസം ശവ്വാൽ മാസം, മുത്തം കൊടുക്കും പെരുന്നാൾ മാസം. 9ആം മാസം റമളാൻ മാസം, നന്മകൾ പൂത്തിടും പുണ്യമാസം. 10ആം മാസം ശവ്വാൽ മാസം, മുത്തം കൊടുക്കും പെരുന്നാൾ മാസം. 11ആം മാസം ദുൽഖഅദ മാസം, പരിശുദ്ധമായിടും പുണ്യമാസം. 12ആം മാസം ദുൽഹജ്ജ് മാസം, പിരിശേറും ഹജ്ജിന്റെ നല്ല മാസം. 11ആം മാസം ദുൽഖഅദ മാസം,
പരിശുദ്ധമായിടും പുണ്യമാസം 12-ാം മാസം ദുൽഹജ്ജ് മാസം പിരിശേറും ഹജ്ജിന്റെ നല്ല